De winnaar van Big Brother is geworden Bart. ബിഗ് ബോസ് ശാസ്ത്രമായിട്ട് വല്ല ബന്ധമുണ്ടോ? നിങ്ങളെല്ലാവരും ബയോളജിയിൽ മിക്കവാറും പഠിച്ചിട്ടുണ്ടാവും. സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതായത് അതിജീവിക്കാൻ പ്രാപ്തമായവ, കഴിവുള്ളവ അതിജീവിക്കും, അല്ലാത്തവ നശിച്ചു പോകും അല്ലെങ്കിൽ പുറത്തേക്ക് പോകും. ബിഗ് ബോസിൻ്റെ ചരിത്രം നോക്കുമ്പോൾ നമ്മൾ പോകേണ്ടത് 1997 സ്വീഡനിലേക്കാണ്. അവിടെ ഒരു TV ചാനലിൻ്റെ നേതൃത്വത്തിൽ ഒരു പരിപാടി നടന്നു. ഏകദേശം 16 പേരടങ്ങുന്ന ഒരു ഗ്യാങ്ങിനെ മലേഷ്യയിലെ ഒരു ദ്വീപിലേക്ക് പറഞ്ഞു വിട്ടു. അവർക്ക് പുറം ലോകമായിട്ട് യാതൊരു തര ബന്ധമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ 1997 ആ പരിപാടി ആരംഭിച്ചു. എക്സ്പെഡിഷൻ ഓഫ് റോബിൻസൺ അഥവാ സർവൈവർ. ഏകദേശം 47ഓളം ദിവസമാണ് ആ റിയാലിറ്റി ഷോ അവിടെ അവർ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ നമ്മൾ കാണുന്ന ബിഗ് ബോസ് പോലെ തന്നെ ചലഞ്ചും ടാസ്കുകളും തന്നെയായിരുന്നു ആ പരിപാടിയുടെ മുഖ്യ ആകർഷണവും. ലോല മനസ്സുകൾക്ക്, ദുർബല മനസ്സുകൾക്കൊന്നും ബിഗ് ബോസ് ഒരു ഓപ്പർച്യൂണിറ്റി അല്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ഒരു സത്യം തെളിയിക്കുന്ന കാര്യങ്ങളാണ് പിന്നീട് അവിടെ നടന്നത്. ഏകദേശം 4 ദിവസത്തിന് ശേഷം ഫസ്റ്റ് എവിക്ഷൻ ആ റിയാലിറ്റി ഷോയിൽ സംഭവിച്ചു. സിനിസ സവിജ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇന്നത്തെ ബിഗ് ബോസ് പോലെ തന്നെ വോട്ടിംഗ് തന്നെയായിരുന്നു അടിസ്ഥാനവും. അദ്ദേഹം നേരിട്ടത് വളരെയധികം മാനസിക പ്രശ്നങ്ങളാണ്. ആർക്കും തന്നെ വേണ്ട, താനൊരു കഴിവ് കെട്ടവനാണ് എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അങ്ങനെ 1 മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തു.